നമ്മളിതുപോലെ ഞെട്ടിക്കാൻ പോകുന്ന ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം ഞാൻ ഇന്നിവിടെ സീ വേൾഡിൽ വന്നിരിക്കുകയാണ്, കടലിൻ്റെ അത്ഭുത ലോകത്തിൽ. അപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇത് ഫ്ലോറിഡയിലത്തെ എൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഈ കടലിനുള്ളിലെ ജീവികളുടെ ലൈഫ് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സീ വേൾഡ് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഞങ്ങളവിടെ ഒരു ഫുഡ് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എവറി 3 hours നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി ഫുഡ് വാങ്ങുന്ന പൈസ കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ലാഭമായിരുന്നു. നമുക്കൊരു ഫുൾ ഡേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രധാനമായിട്ട് കുറച്ച് ഷോസും അട്രാക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ലൈഫ് അനുസരിച്ച് ആ ഒരു എൻവയോൺമെൻറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഈ ഷോസൊക്കെ അടിപൊളിയാണ്. ഓർക്ക ഷോ, ഡോൾഫിൻ ഷോ, സീൽ ഷോ ഒക്കെ. അതിൽ ഓർക്ക ഷോ നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. ഞങ്ങളത് 2 തവണ പോയി കണ്ടു. ഇതൊരു ഡോൾഫിൻ അണ്ടർ വാട്ടർ വ്യൂവിങ് സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ പുറത്തുനിന്ന് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നപ്പം ഡോൾഫിൻസിന് ഉള്ളിൽ നിന്നും കാണാമായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ടർട്ടിൽ, ജെല്ലി ഫിഷ്, അതുപോലെ ഒരുപാട് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഒരു അക്വേറിയം പോലൊരു സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഷോ കാണാൻ കയറി. അതൊരു ഡോൾഫിൻ ഷോ ആയിരുന്നു. നല്ല ഫണ്ണായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ താഴെയുള്ള സീറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതാ ഇതുപോലെ ഇവരിങ്ങനെ വെള്ളം തിറപ്പിക്കും കേട്ടോ. അപ്പോൾ അത് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടമാണെങ്കിൽ താഴെ ഇരിക്കാം. താഴെ ഇരുന്ന് എല്ലാ ഷോയിലും ഉണ്ട് കേട്ടോ ഇതുപോലെ അവരിങ്ങനെ വെള്ളം തിറപ്പിക്കും. അത് കാണാനും രസമാണ്. ഇതുപോലുള്ള റോളർ കോസ്റ്റർ റൈഡ്സാണ് ഇവിടെ കൂടുതലും. ഇപ്പോൾ ഇതിൽ 1-2 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡ് ഞങ്ങൾ പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. നിന്നിട്ട് പോകുന്ന റൈഡ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഒരു 1-1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ശരിയാണ്. ഇതൊക്കെ ശരിയാണ്. അമ്പോ തിരിയണൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടാട്ടോ, ഞാനില്ല കേട്ടോ. ഇല്ല പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഓർക്ക എൻകൗണ്ടർ ഷോ കാണാനാണ്. ഇതിവിടുത്തെ ഒരു മസ്റ്റ് വാച്ച് ഷോ ആണ് കേട്ടോ ഈ ഒരു ഓർക്ക ഷോ. അതെന്തായാലും മിസ്സാക്കരുത്. ഓർക്ക അല്ലെങ്കിൽ കില്ലർ വെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഡോൾഫിൻ വിഭാഗത്തിൽ വരുന്നതാണ്. ഡോൾഫിൻ വിഭാഗത്തിലെ ലാർജസ്റ്റ് ഫാമിലിയാണിത്. അതിൻ്റെ ആ ഒരു സൈസ് കാരണം തന്നെയാണ് അതിന് കില്ലർ വെയിൽ എന്ന് പേര് വന്നത്. ഇത് കൂടുതലും ആർട്ടിക് അന്റാർട്ടിക് ഏരിയയിലാണ് കാണപ്പെടുന്നത്.
അടുത്തിരുന്നാൽ നമ്മളെ ഫുള്ള് നനപ്പിച്ച് കളയും. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോ അത് കാരണം തന്നെ ഞങ്ങൾ 2 തവണ പോയി കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായി. അങ്ങനെ ഓർക്ക ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് സെസമി സ്ട്രീറ്റ് ലാൻഡിലാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവർക്കുള്ള റൈഡ്സും ഷോകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. Say hi. Say bye. Okay, have fun. Here in Sesame Street. There you go. Kick it. Now kick it. Now kick it. Now kick it. All right, we're going to face it back. Let's wave, everybody. To the right. To the right. To the left. To the left. Now kick it. Now kick it. Now kick it. All right. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു ഏരിയ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സീ ലയൺസിൻ്റെ ഒരു ഷോ കാണാനായിട്ടായിരുന്നു. അത് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു സ്റ്റോറി പോലെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ക്രിസ്മസ് ടൈമിലായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് തീമിൽ ഉള്ളൊരു സ്റ്റോറി ആയിരുന്നു. അത് നല്ല രസമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സീൽസ് കാണിക്കുന്നതും അവരുടെ ആക്ടിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. Super duper! Look like a fruitcake! I know the urinal. Good luck. See you next year. Okay, safety first. Get us to the mall ASAP. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് കയറണോ വേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൈഡിൽ പോയി ഇതുവരെ നമ്മൾ പോയിട്ടുള്ള റോഡ് ഇരുന്നിട്ട് പോകുന്നതാണ്, ദിവസം നിന്നിട്ട് പോകുന്ന അത് മാത്രമല്ല നമ്മളിങ്ങനെ ലൂസായിട്ടുണ്ടാണ്. ടൈറ്റായിട്ടുള്ളൊരു ബെൽറ്റല്ല, കുറച്ച് ലൂസായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആടുന്ന പോലെ ആയിരിക്കും. സർഫ് എന്നാണ് ഇതിൻ്റെ പേര്. സർഫ് പോകുന്ന പോലെ ഉണ്ടായിരിക്കും ഇതിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പോകണോ വേണ്ടതെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഹായ്. അങ്ങനെ സർഫ് പോയി വന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അറിയില്ല, ഭൂമി എന്താ പറയാ കീഴ്മേൽ മറയണ പോലെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു 45 സെക്കൻഡ്സ് പക്ഷെ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി റൈഡായിരുന്നു അല്ല ഏട്ടാ? അല്ലേ? ഏട്ടൻ്റെ ഏട്ടൻ. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടാ. 5,
4, 3, 2, 1. Happy New Year! അങ്ങനെ റൈഡൊക്കെ കയറിക്കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫയർ വർക്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളൊരു ന്യൂ ഇയർ ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം ന്യൂ ഇയർ ഫയർ വർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒർലാൻഡോ പോകാൻ പ്ലാൻ ഉണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മിസ്സാക്കണ്ട. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്ഥലമാണ് സീ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.